Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ iOS 16.2ൻ്റെ ബേറ്റ 2 ഇപ്പോൾ നമുക്ക് റിലീസ് ആയിട്ടുണ്ട്. നമ്മുടെ പബ്ലിക് ബേറ്റ എന്തായാലും ഇന്ന് രാത്രിക്കുള്ളിൽ നമുക്ക് റിലീസ് ആവാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് 536 MBയിലാണ് ഐഫോൺ 11ൽ. അത് പല ഡിവൈസിലും പല സൈസിലായിട്ടായിരിക്കും വരുന്നത്. അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 16.2 ബേറ്റ 2 റിലീസ് ചെയ്യുന്നുണ്ട്. watchOS 9.2 ബേറ്റ 2 റിലീസ് ചെയ്യുന്നുണ്ട്. macOS 13.1 ബേറ്റ 2 റിലീസ് ചെയ്യുന്നുണ്ട്. tvOS 16.1 ബേറ്റ 2 റിലീസ് ചെയ്യുന്നുണ്ട്. അവസാനമായി HomePodOS 16.2 ബേറ്റ 2 റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ iOS 16.2 ബേറ്റ 2ൻ്റെ വിശേഷങ്ങൾ പറയാൻ തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്കറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. നമ്മുടെ തുടക്കം തന്നെ ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പറിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 20C5043E എന്ന്. നമ്മുടെ ബേറ്റ 1ലും നമ്മുടെ അവസാനത്തെ ബിൽ നമ്പറിൽ ആണ് വന്നത്. ഈ ഒരു ബിൽ നമ്പറിലും നമുക്ക് അവസാനം വരുന്ന തന്നെയാണ്. മിക്കവാറും നമുക്ക് ഒരു 2-3 അപ്ഡേഷൻ നമുക്ക് ഈ ഒരു ബേറ്റയിൽ ഉണ്ടാവും. അടുത്ത വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ അത് വലിയ മാറ്റമല്ല, എന്നാൽ ഞാൻ നമ്മുടെ ബേറ്റ 1ൽ അത് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന പോലെ നമ്മുടെ ബേറ്റ 2ലും അതിന് ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേഷനിൽ ഇപ്പോൾ നമുക്ക് iOS 16.2 എന്ന് കാണാം. പക്ഷേ iOS 16.2 ബേറ്റ 1ൽ ഈ ഒരു ഫോണ്ട് കുറച്ച് ബോൾഡായിരുന്നു. നമ്മുടെ ബേറ്റ 2ലേക്ക് വന്നപ്പോൾ അത് കുറച്ചും കൂടെ ലൈറ്റർ ഫോണ്ടിലേക്ക് വന്നിട്ടുണ്ട്. വലിയൊരു മാറ്റമല്ല, എന്നാൽ കൂടി ഒരു കണ്ടിന്യൂറ്റി എന്ന രീതിയിൽ അത് ഞാൻ പറഞ്ഞതാണ്. മാറ്റങ്ങൾ ഫീച്ചേഴ്സ് എവിടെയാണ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ഐഫോൺ യൂസർ അല്ലെങ്കിൽ ആപ്പിൾ യൂസേഴ്സ് വെയിറ്റ് ചെയ്ത 5G നമുക്ക് ഈ ഒരു ബേറ്റയിൽ എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഓൺ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ സെല്ലുലാറിൽ നമ്മൾ ടാപ്പ് ചെയ്യുക. സെല്ലുലാറിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വോയിസ് ആൻഡ് ഡാറ്റ എന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ 5G ഓട്ടോ LTE അതേപോലെ തന്നെ നമ്മുടെ ക്യാരിയേഴ്സ് അനുസരിച്ച് ചിലപ്പോൾ കുറച്ചധികം ഓപ്ഷൻസും കൂടെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അതെനിക്ക് എന്താണ് കാണിക്കാത്തതെന്ന് വെച്ചാൽ എൻ്റെ ഡിവൈസ് ഐഫോൺ 11 ആയതുകൊണ്ട് 5G എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ എൻ്റെ ഡിവൈസിൽ കിട്ടില്ല. ഐഫോൺ 12, 13, 14 എന്ന സീരീസിൽ മാത്രമാണ് നമുക്ക് 5G ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് വന്ന മാറ്റം നമ്മുടെ ലോക്ക് സ്ക്രീനിലാണ്. നമ്മുടെ ലോക്ക് സ്ക്രീൻ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ച് കസ്റ്റമൈസ് എന്ന ഓപ്ഷൻ എടുത്ത് നമ്മുടെ ലോക്ക് സ്ക്രീനിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ നമുക്കൊരു വിജറ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു വിജറ്റ്സിൽ നമുക്ക് കുറച്ച് വിജറ്റുകൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ താഴത്തേക്ക് പോകുമ്പോൾ ഹെൽത്തിന് ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഹെൽത്ത് ഓപ്ഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് മെഡിക്കേഷൻ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ 2 വിജിറ്റ് മാത്രമേ ഉള്ളൂ നമുക്കിപ്പോൾ കറൻ്റ്ലി ഉള്ളത്. ഈ മെഡിക്കേഷൻ എന്ന വിജിറ്റ് നമുക്കിപ്പോൾ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നീട് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു 3 ഡോട്ട്സിൽ നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെപ്ത് എഫക്റ്റ് എന്ന ഓപ്ഷൻ്റെ കൂടെ ഇപ്പോൾ ഷോ ഫോട്ടോ ഇൻ ലൈബ്രറി എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഫോട്ടോ നമ്മുടെ ഗാലറിയിൽ എവിടെയാണെന്ന് കറക്റ്റായിട്ട് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് എന്തായാലും നല്ലതാണ്. കാരണം ചില സാഹചര്യങ്ങളിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഫ്രണ്ടിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ ഈ ഒരു വാൾപേപ്പർ കൊള്ളാം ഒന്ന് തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഗാലറി കയറി ആ ഫോട്ടോ തപ്പിപ്പിടിച്ചെടുക്കുന്നതിലേക്കും ഒരു നേരവും. പക്ഷേ ഈ ഒരു ഓപ്ഷനുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫോട്ടോ ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അടുത്ത വന്ന മാറ്റം നമ്മുടെ ലൈവ് ആക്ടിവിറ്റിയിലാണ്. നമ്മുടെ ബേറ്റ 1ൽ ആ ഒരു ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് വലുതായിട്ടൊന്നും കാണില്ല, എന്ന് ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ട് മാത്രമായിരുന്നു നമുക്കുണ്ടായത്. പക്ഷേ ബേറ്റ 2ൽ നമ്മൾ TV ആപ്പിലേക്ക് പോയി നമ്മൾ താഴത്തേക്ക് പോകുമ്പോൾ ലൈവ് ആക്ടിവിറ്റി എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ ലൈവ് ആക്ടിവിറ്റിയുടെ ഒരു ടോഗിളുണ്ട്, മോർ ഫ്രീക്വൻറ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ടോഗിളുണ്ട്. ഇത് രണ്ടും ഓണായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ കൂടുതലും നമുക്ക് ലൈവ് ആക്ടിവിറ്റിയുടെ കാര്യങ്ങൾ യൂസ്ഫുൾ അല്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തിടാം. കാരണം ഈ മോർ ഫ്രീക്വൻറ്റ് അപ്ഡേറ്റിൻ്റെ തൊട്ട് താഴത്ത് ആപ്പിൾ തന്നെ ഒരു സാധനം മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മോർ ഫ്രീക്വൻറ്റ് അപ്ഡേറ്റ് ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാറ്ററി അടിപൊളിയായിട്ട് ഡ്രെയിൻ ആവും. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്ത് വെക്കുക. കാരണം ഇന്ത്യയിൽ കുറേയധികം ഗെയിംസിൻ്റെയും സ്പോർട്സിൻ്റെയും കാര്യങ്ങൾ ലൈവ് ആക്ടിവിറ്റി നമുക്ക് ലഭിക്കുന്നതല്ല. അപ്പോൾ
വെറുതെ ഓൺ ചെയ്ത് വെച്ച് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചുമ്മാ നമ്മൾ കളയുകയാണ്. പിന്നീട് ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് വന്ന ബഗ്ഗുകളും ബഗ് ഫിക്സസും നമുക്ക് പറയാം. എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും അറിയാം, ഞാൻ ഈ ഒരു iOS സീരീസ് തുടങ്ങിയിട്ട് എപ്പോഴും പറയുന്നൊരു ബഗ്ഗാണ് ലോക്ക് സ്ക്രീനിൻ്റെ ഒരു ബഗ്. അതായത് നമ്മൾ ഈ ലോക്ക് ബട്ടൺ ടാപ്പ് ചെയ്ത് ഒരു 2-3 സെക്കൻഡ്സ് ലേറ്റായിട്ടാണ് എൻ്റെ ഡിവൈസ് ലോക്ക് ആയിക്കൊണ്ടെന്ന് വെച്ചാൽ. പക്ഷേ ആ ഒരു പ്രശ്നം ഈ ഒരു അപ്ഡേഷനിൽ മാറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ നമ്മുടെ ലോക്ക് ബട്ടൺ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡിവൈസ് ലോക്ക് ആവുന്നത് കാണാം. ആ ഒരു ലേറ്റൻസി ഇപ്പോൾ എൻ്റെ ഡിവൈസിൽ കാണിക്കുന്നില്ല. പിന്നീട് വന്ന അടുത്തൊരു ബഗ് ഫിക്സ് എന്ന് വെച്ചാൽ, എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ ഈ ഒരു ലോക്ക് സ്ക്രീനിൽ നിന്ന് ഞാൻ ക്യാമറ ആക്സസ് ചെയ്തതിനാൽ എനിക്ക് പിന്നീട് നമ്മുടെ ലോക്ക് സ്ക്രീനിലേക്ക് ഇങ്ങനെ പോകാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ആ ഒരു ഓപ്ഷന് പകരം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ലോക്ക് സ്ക്രീനിൽ നിന്ന് ക്യാമറ എടുക്കും, ഞാൻ ലോക്ക് ചെയ്യും, എന്നിട്ടായിരുന്നു ഞാൻ അൺലോക്ക് ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ. പക്ഷേ ഇനി മുതൽ ആ ഒരു പ്രശ്നവുമില്ല. നമ്മുടെ ഈ ഒരു ക്യാമറയിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് ലോക്ക് സ്ക്രീനിലേക്ക് പോകാനുള്ള ആ ഒരു ഓപ്ഷൻ ബഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ആപ്പിൾ. അടുത്തത് നമ്മുടെ ഈ ഒരു അപ്ഡേഷനിൽ വന്ന റിലീസ് നോട്ടാണ് നമുക്ക് നോക്കേണ്ടത്. റിലീസ് നോട്ട് നോക്കുമ്പോൾ നമ്മുടെ ഫീഡ്ബാക്ക് ആപ്പിലേക്ക് പോവുക. ഇവിടെ നമ്മുടെ ഈ റീസെൻ്റ്ലി ആക്ടിവിറ്റി എന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ കുറേ അധികം റിലീസ് നോട്ട്സ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഹോം പോഡിനും പുതിയൊരു റിലീസ് നോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ iOSൻ്റെ ആ റിലീസ് നോട്ട് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ബഗ്ഗുകളും ബഗ് ഫിക്സസും നമുക്കിവിടെ ആപ്പിൽ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റുന്നതാണ്. പിന്നീട് പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ ഈ ഡിവൈസിൽ എനിക്ക് വലിയൊരു പ്രശ്നം ഇപ്പോൾ ഇത്രയും നേരം യൂസ് ചെയ്തിട്ടും ഫീൽ ചെയ്യുന്നില്ല. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ആ ഒരു പെർഫോമൻസ് എനിക്ക് ലഭിക്കുന്നുണ്ട്. സ്മൂത്തായിട്ടാണ് ഡിവൈസ് ഇപ്പോഴും റൺ ചെയ്യുന്നത്. വലിയ ഫ്രെയിം റേറ്റ് ഡ്രോപ്പോ ക്ലട്ടറിങ്ങോ ഒന്നും എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ കൂട്ടുകാരോട് ഞാൻ എപ്പോഴും എൻ്റെ അപ്ഡേഷൻ വീഡിയോയിൽ പറയാറുണ്ട്, ബാറ്ററി പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരാൾ അപ്ഡേറ്റ് ചെയ്ത് അപ്പോൾ തന്നെ നമുക്കൊരു എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ബാറ്ററിയിൽ പറയാൻ പറ്റില്ല. വേണമെങ്കിൽ എനിക്ക് വായ തോന്നിയ പോലെ അതാണ് ഇതാണെന്ന് ആ ബാറ്ററിയുടെ കാര്യത്തിൽ പറയാം, പക്ഷേ അതൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കില്ല. ഇപ്പോൾ ഈ ഒരു ബാറ്ററിയുടെ കാര്യം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 3-4 ദിവസം ഈ ഒരു അപ്ഡേഷൻ റൺ ചെയ്ത് നോക്കിയാലാണ് നമ്മുടെ ഡിവൈസിൽ എന്തൊരു ബാറ്ററി നിൽക്കുന്നുണ്ട്, എങ്ങനെയാണ് ബാറ്ററി സൈക്കിൾ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് 87% ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ബാറ്ററി പെർഫോമൻസ് എനിക്ക് കഴിഞ്ഞ അപ്ഡേഷനിലും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് 6 മണിക്കൂറും 52 മിനിറ്റും സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറയുന്നത് 1 മണിക്കൂറും 5 മിനിറ്റുമാണ്. നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിക്കുള്ള ബാറ്ററി പെർഫോമൻസ് എനിക്ക് ഈ ഒരു ഡിവൈസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ തേർമൽ ആക്ടിവിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വലുതായിട്ടുള്ള ചൂടോ കാര്യങ്ങളോ ഇത്രയും നേരമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ ബാറ്ററി കോമ്പോണൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന മുമ്പ് ഞാൻ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഡിവൈസ് ചാർജ് കുത്തി ഇട്ടുകൊണ്ട് മാത്രം നമുക്ക് ബാറ്ററി ഇമോജി കൊണ്ടുള്ള ഭാഗത്ത് ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സൈഡ് ബാറിലൊന്നും എനിക്ക് വലുതായിട്ട് ചൂട് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഹീറ്റിങ്ങിൻ്റെ കാര്യങ്ങളും അതായത് തേർമൽ ആക്ടിവിറ്റിയും അത്യാവശ്യം നല്ല ആപ്പിൾ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അടുത്തതാണ് നമ്മുടെ ഈ പറയുന്ന എയർപോഡ്സിനും ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എയർപോഡ്സ് എല്ലാ ഡിവൈസുകൾക്കും അപ്ഡേഷൻ വന്നുകൊണ്ട് നമുക്കത് ഫോഴ്സ്ഫുള്ളി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ ഒരു അപ്ഡേഷൻ ജസ്റ്റ് ഈ പറയുന്ന എയർപോഡ് ലൈറ്റ്നിങ് പിന്നായിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ മതി, അതായത് ചാർജിന് ഇട്ടാൽ മതി, അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു അപ്ഡേഷൻ ആയിക്കോളും. എന്നാൽ iOS 16.1.1 വരുമോ എന്ന് കുറേ പേരായി ചോദിക്കുന്നു. അത് നല്ല രീതിക്ക് ആ ഒരു അപ്ഡേഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം എല്ലാ ഐഫോണിലും നെറ്റ്വർക്ക് ഇഷ്യൂവും വൈഫൈ ഇഷ്യൂവും പിന്നീട് കോൾ ചെയ്യുമ്പോഴൊക്കെ ഫുൾ സ്ക്രീൻ ബ്ലാക്ക് ഔട്ട് ആവുന്ന ആ ഒരു ഇഷ്യൂവും ഉള്ളതുകൊണ്ട് തന്നെ ആപ്പിൾ iOS 16.1.1 റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ കൊല്ലം iOS 15.1.1 റിലീസ് ചെയ്തത് നമുക്ക് ഈ ഒരു 17th നവംബർ 17th. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു iOS 16.1.1 റിലീസ് ആവാനുള്ള ചാൻസും ഒന്നെങ്കിൽ ഈ ഒരു വീക്ക് അല്ലെങ്കിൽ അടുത്ത വീക്കിലായിട്ടായിരിക്കും കാണാൻ പോകുന്നത്. അതേപോലെ തന്നെ iOS 16.2 ബീറ്റ 3 എന്നായിരിക്കും റിലീസ് ആവുന്നത് വെച്ചാൽ ആപ്പിൾ ഇപ്പോൾ ഒരു വീക്കിലി അപ്ഡേഷൻ സൈക്കിളിലായതുകൊണ്ട് ഓരോ വീക്കിലായിട്ട് നമുക്ക് ഓരോ ബീറ്റാസ് കാണാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്നായിരിക്കുമെന്ന് വെച്ചാൽ നമുക്കൊരു മിഡ് ഡിസംബറിന് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു iOS 16.2ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റ് ഇയറും നമ്മുടെ iOS 15.2 നമുക്ക് ലഭിച്ചത് ഡിസംബർ 13th ആ ഒരു ടൈം സ്കെഡ്യൂൾ അനുസരിച്ച് തന്നെയായിരിക്കും
മിക്കവാറും നമുക്ക് iOS 16.2 ലഭിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ iOS 16.2ൻ്റെ ബീറ്റ 2ൽ നമുക്ക് പറയാനുള്ള വിശേഷങ്ങളെന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുള്ളായി ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയും അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. പിന്നീട് ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. അതല്ല നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻ വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് താഴെ കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Evika.